നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൂട്ടിന് എത്ര പേരുണ്ടായാലും സഹായത്തിന് അമ്മയും അച്ഛനും ഉണ്ടായാലും ഒരു പെണ്ണിന് ഭർത്താവല്ലാതെ ആരും ആകില്ല. അതുകൊണ്ടല്ലേടി മോളെ സുന്ദരിക്കൊരാളെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം നടത്തണമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നെ. സുന്ദരി ഒന്ന് സമ്മതം മൂളിയ പിന്നെ സാരമില്ല, ഏത് വിധേനയും ശരത്തുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തും. സുന്ദരി ചേച്ചിയുടെ മനസ്സില് മാറ്റമുണ്ടെന്നല്ലേ അച്ഛമ്മ പറഞ്ഞത്? എങ്കിൽ പിന്നെ നമുക്ക് അച്ഛനെ വിളിച്ചു വരുത്തി ഇതൊരു വിവാഹാലോചനയായിട്ട് തുടങ്ങിയാലോ? സുന്ദരിയുടെ വിവാഹക്കാരിയായിരിക്കും രണ്ടുപേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുന്ദരിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവൾ ജീവിച്ചതും ജീവിക്കുന്നതും സങ്കടങ്ങൾ അനുഭവിച്ചതും എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. പക്ഷേ ഇനിയൊരു കല്യാണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. എളുപ്പമായ എന്താ കുഴപ്പം? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. സുന്ദരിയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞെന്ന് പറയുമ്പോ ഞാനത് അങ്ങനെ തന്നെയാ പറഞ്ഞത്. മഴ സുന്ദരിയുടെ മകളല്ല, അതുകൊണ്ട് തന്നെയാ. അമ്മൂമ്മ എന്തിനാ ആവശ്യത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്ന? ഈ പറഞ്ഞത് സുന്ദരി ചേച്ചി കേട്ടാ തിരിച്ചു തരുന്ന മറുപടി ചിലപ്പോ അമ്മൂമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല. സത്യങ്ങൾ പറയുമ്പോ അതിനെ വായടയ്ക്കുന്ന മറുപടി കൊണ്ട് നേരിട്ടിട്ട് കാര്യമില്ല മോളെ. മഴ വൈകയുടെയും കാർത്തികന്റെയും മോള. കൃത്യമായി പറഞ്ഞാൽ സുന്ദരിക്ക് മഴയുടെ മേൽ യാതൊരു അവകാശവും ഇല്ലെന്ന്. ഞങ്ങള് സുന്ദരിയുടെ വിവാഹക്കാര്യത്തെ കുറിച്ച് പറയുമ്പോ നീ എന്തിനാ അതിനിടയിലേക്ക് മഴയുടെ കാര്യം എടുത്തിടുന്നേ? മഴമോള് എന്റെ മകന്റെ കുഞ്ഞായതുകൊണ്ട്. ഓ, മഴയുടെ അച്ഛനായ കാർത്തിക് മരിച്ചു എന്ന് തീർത്തു പറയാൻ എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിലുണ്ടോ? ഒരിക്കൽ കാർത്തികിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ മരിച്ചു എന്ന് നിങ്ങൾ തീർത്തു പറഞ്ഞു. ആ നിങ്ങൾ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് കാർത്തികിനെ പലയിടത്ത് വെച്ച് കണ്ടു. എന്താ അമ്മയെ അവനെ കണ്ടതല്ലേ? പിന്നെ വൈകയുടെ കാര്യം, അവൾ എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങിപ്പോയിന്നല്ലാതെ എന്തർത്ഥത്തിലാ വൈക മരിച്ചു എന്ന് നിങ്ങളൊക്കെ തീരുമാനിച്ചത്? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സത്യത്തിൽ മഴയുടെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ സുന്ദരി വേറൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞ് എന്റെ മോളെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് കാർത്തിക്കോ വൈകയോ വന്നാൽ സുന്ദരി മഴയെ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുവോ? എനിക്ക് സുന്ദരിയെ നന്നായി അറിയാം. ഒരിക്കലും അവൾ മഴയെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. വേണമെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാതിരിക്കും അവള്. സുന്ദരിക്കൊരു ജീവിതം വേണം. എന്നാൽ മഴ സുന്ദരിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യരുത്. അതിനെന്താ വഴിയെന്ന് വേണം ആലോചിക്കാൻ. അതിപ്പോ കാർത്തികിന്റെ കാര്യത്തിൽ ഒരവസാന തീരുമാനമായിട്ട് പോരെ ഈ ആലോചനയൊക്കെ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. മഴയുടെ അച്ഛൻ കാർത്തിക്കാണ്. ഇനി ആ സ്ഥാനത്തേക്ക് ശരത്തെന്നല്ല പകരക്കാരനായി ആര് വന്നാലും കാർത്തിക്കിന് തുല്യം ആവുകയില്ല. ലക്ഷ്മി ഈ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതെ, കണ്ണടച്ചു പാല് കുടിച്ച വേറെ ആരും അത് കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. നിന്റെ മനസ്സിലിരിപ്പ് ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചാ മതി, കേട്ടോ? മക്കളെ സ്നേഹിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ ചുറ്റും നിന്ന് എല്ലാവർക്കും ദ്രോഹം മാത്രം ചെയ്ത ഒരുത്തനെ പുണ്യവാനാക്കാൻ നോക്കരുത്. അമ്മൂമ്മ അങ്ങനെ ശ്രമിച്ചു എന്ന് കരുതി അത് നടക്കേയില്ല. എന്റെ ജീവനുള്ളിടത്തോളം കാലം അയാൾ ഈ വീടിന്റെ പടി ചവിട്ടില്ല, അതുറപ്പാ.
ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഒരു കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യണം. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും മിനിസ്ട്രി ലെവലിലും റിപ്പോർട്ട് പോകണം. ചീഫ് മിനിസ്റ്ററെ നേരിട്ട് കണ്ട് നമുക്കൊരു പരാതി കൊടുക്കാം. എന്നാലേ ഫോളോ അപ്പ് ഉണ്ടാവും. എന്നത്തേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റും സർ? എന്നത്തേക്കെന്നൊരു ചോദ്യമുണ്ടോ? അതിനിപ്പോ വെച്ച് താമസിപ്പിക്കേണ്ട സുന്ദരി. വേണ്ടത് എന്നാന്ന് വെച്ചാ ചെയ്യാൻ നോക്ക് ശരത്തെ. ചീഫ് സെക്രട്ടറിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടും. മുഖ്യമന്ത്രിയുടെ കാര്യം പുള്ളിക്കാരൻ വഴി തന്നെ ശരിയാക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തിരുവനന്തപുരം വരെ പോകണം സുന്ദരി. രണ്ടിനും തിരുവനന്തപുരത്തല്ല, കാസർഗോഡ് അയക്കുന്നുണ്ട് ഞാൻ. നോക്കിക്കോ. ശരത്തേട്ടാ, ദാ ചായ. മോളുടെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നേ, ഞാനൊന്ന് എടുക്കട്ടെ. ഹലോ. ടീച്ചർ എന്താ ഈ പറയുന്നേ? നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഉത്തരവാദിത്തമേ ഉള്ളോ? ഇത് നിങ്ങൾ എപ്പോഴാ അറിഞ്ഞത്? എന്നിട്ട് എന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ വിവരം അറിയിച്ചില്ല? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ആദ്യത്തെ തവണയല്ല, പല തവണയായി. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ആരാന്ന് നിങ്ങൾ അറിയും. വെക്ക് ഫോൺ. എന്താ സുന്ദരി? സർ, ടീച്ചറെ വിളിച്ചത്. ഫസ്റ്റ് പീരീഡിന്റെ ബ്രേക്ക് കഴിഞ്ഞിട്ട് മോള് ക്ലാസ്സിൽ കയറിയില്ലെന്നോ? ക്ലാസ്സിൽ കയറിയില്ലെന്നോ? മോള് പിന്നെ എവിടെ പോവാനാ? ഇനി ആ PT മാഷിന്റെ അടുത്തെങ്ങാനും പോയി ചെസ് പഠിക്കായിരിക്കോ? എല്ലായിടവും അന്വേഷിച്ചെന്നാ ടീച്ചർ പറഞ്ഞത്. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് ക്ലാസ് കയറില്ലെന്ന് പറയുമ്പോ ഇതിപ്പോ ലഞ്ച് ബ്രേക്കിന്റെ സമയമായില്ലേ? ഏകദേശം 2 മണിക്കൂർ കൂടുതലായി. പ്രാർത്ഥിച്ചത് അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലും ഏറ്റത് മകൾക്കാണല്ലോ ഭഗവാന്. സർ, മോൾക്ക് എന്തു പറ്റിയതായിരിക്കും? ഇതിലധികം ആലോചിക്കാനൊന്നുമില്ല മോളെ. മോളെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ആ ക്രിസ്റ്റീൻ ഡയനെ തന്നെയായിരിക്കും. ചേച്ചി ചായ കുടിക്കേ. ചേച്ചി ചായ. കൊണ്ടുപോകുന്നുണ്ടോ നിന്റെ ചായ? സമയവും സന്ദർഭം അനുസരിച്ച് പെരുമാറാൻ പഠിക്കും. അമ്മ പറഞ്ഞത് കറക്റ്റാ സർ. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞപ്പോ മുതല് മോളെ കാണാതായതാ. ഇത്രയും നേരം അവിടെ മുഴുവൻ അവരെ അന്വേഷിക്കായിരുന്നു എന്നാ പറഞ്ഞത്. അതിനർത്ഥം മോള് മിസ്സിങ് തന്നെയാണെന്നാ. എന്നാലും കുഞ്ഞിനെയൊക്കെ വെച്ച് അവരിങ്ങനെ ചെയ്യോ? ചെയ്യും. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ക്രിസ്റ്റിയും ഡയനയും എന്തും ചെയ്യും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സുന്ദരി സമാധാനമായിട്ടിരിക്കുക. മഴമോൾ എവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും, എത്രയും പെട്ടെന്ന്. ഹലോ വിനുദേട്ടാ, എന്തെടുക്കാ അവിടെ? ആര്? ടീച്ചറാണോ വിളിച്ചത്? എന്തിനാ വിളിച്ചേ?